KTU ബിടെക് കെമിസ്ട്രിയുടെ 2019 സ്കീമിന്റെ സപ്ലിമെന്ററി എക്സാമുകൾക്ക് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ സ്പെക്ട്രോസ്കോപ്പിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുന്നത്. സ്പെക്ട്രോസ്കോപ്പി ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും സ്പെക്ട്രോസ്കോപ്പിയിൽ നിന്ന് മിക്കവാറും വരാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ടൈപ്സ് ഓഫ് ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ഇൻ ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി ഓർ UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി. അപ്പോൾ സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്ന ഒരു കാര്യമുള്ളൂ. ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം സ്പെക്ട്രോസ്കോപ്പി എന്താണെന്ന് നമുക്കറിയാം. ഒരു മാറ്ററും ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനുമായിട്ടുള്ള ഇന്ററാക്ഷനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് സ്പെക്ട്രോസ്കോപ്പി. ഇപ്പൊ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിൽ ഉൾപ്പെടുന്ന ഒരു റേഡിയേഷൻ ആണ് നമ്മുടെ UV വിസിബിൾ റേഡിയേഷൻ. എനർജി വളരെയധികം കൂടിയ റേഡിയേഷൻ ആണ്. അപ്പൊ ഈ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ UV വിസിബിൾ റേഡിയേഷൻ മോളിക്യൂളിൽ വന്ന് ഇന്ററാക്ട് ചെയ്യുമ്പോൾ മോളിക്യൂളിൽ എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രോണിക് സ്പെക്ട്രം ആണ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രോണിക് എനർജി ലെവൽസ് തമ്മിലുള്ള ട്രാൻസിഷൻ ആണ് നടക്കുന്നത്. അപ്പോൾ ഈ കാര്യം ഓർത്തിരിക്കുക. UV വിസിബിൾ റേഡിയേഷൻ മോളിക്യൂളിൽ ഇൻസിഡന്റ് ചെയ്യുമ്പോൾ ഏത് ട്രാൻസിഷൻ ആണ് നടക്കുന്നത്? ഇലക്ട്രോണിക് എനർജി ലെവൽസ് തമ്മിലുള്ള ട്രാൻസിഷൻ ആണ് നടക്കുന്നത്. ഇവ ഹൈലി എനർജറ്റിക് ട്രാൻസിഷൻ ആണ്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന സ്പെക്ട്രം എങ്ങനെയായിരിക്കും? UV വിസിബിൾ റീജിയണിലായിരിക്കും നമുക്ക് കിട്ടുന്ന സ്പെക്ട്രം. ഓക്കെ, ഇനി ഇത് അത്ര കുഴപ്പമില്ല. അടുത്ത നമുക്ക് കിട്ടുന്ന ആ ഒരു സ്പെക്ട്രം എങ്ങനെയാണ്? അബ്സോർബൻസും വേവ് ലെങ്തും ആണ് നമ്മുടെ സ്പെക്ട്രത്തിലുള്ളത്. അബ്സോർബൻസ് ഇൻ Y ആക്സിസ് ആൻഡ് വേവ് ലെങ്ത് ഇൻ X ആക്സിസ്. അപ്പൊ ഈ ഒരു സ്പെക്ട്രത്തിൽ X ആക്സിലും Y ആക്സിസിൽ എന്താ ഉള്ളതെന്ന് കൂടി ഓർത്തിരിക്കുക. ദെൻ ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ഇൻ എ മോളിക്യൂള്, അല്ലെങ്കിൽ UV റേഡിയേഷൻ മോളിക്യൂളിൽ വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നു. ആ മോളിക്യൂളിലുള്ള ഇലക്ട്രോണിക് എനർജി ലെവൽസ് തമ്മിൽ ട്രാൻസിഷൻ നടക്കുന്നു. ആരാ ട്രാൻസിഷൻ നടത്തുന്നത്? ഇലക്ട്രോൺസ് ആണ്, അല്ലെ? ഇലക്ട്രോൺസ് ലോവർ ഇലക്ട്രോണിക് എനർജി ലെവലിൽ ഇരിക്കുകയാണ്. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ വന്ന് ഇൻസിഡന്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇനിയിപ്പോൾ അവർക്ക് താഴെ ഇരിക്കേണ്ട ആവശ്യമില്ല. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനിൽ നിന്ന് എനർജിയൊക്കെ അബ്സോർബ് ചെയ്ത് അവർ ഹയർ എനർജി ലെവലിലേക്ക് പോകും. അപ്പൊ ഏതൊക്കെ എനർജി ലെവലിലേക്ക് പോകും എന്നുള്ളത് ഏത് ഇലക്ട്രോൺസ് ആണ് നമ്മുടെ എനർജി ലെവൽ ഒക്യുപ്പൈ ചെയ്യുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ UV വിസിബിൾ റേഡിയേഷൻ ആണ് ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പിയിൽ ഉള്ളത്. അതായത് ഒരു മോളിക്യൂളിൽ UV വിസിബിൾ റേഡിയേഷൻ വന്ന് ഇൻസിഡന്റ് ചെയ്യുമ്പോൾ ആ മോളിക്യൂളിൽ ഇലക്ട്രോണിക് എനർജി ലെവൽസ് തമ്മിലുള്ള ട്രാൻസിഷൻ ആണ് നടക്കുന്നത്. ഈ ട്രാൻസിഷൻ നടത്തുന്നത് ഇലക്ട്രോൺ ആണ്. UV റേഡിയേഷന്റെ എനർജി അബ്സോർബ് ചെയ്ത് ഇലക്ട്രോൺ ലോവർ എനർജി ലെവലിൽ നിന്ന് ഹയർ എനർജി ലെവലിലേക്ക് പോകും. ഇത്തരത്തിൽ മെയിൻ ആയിട്ട് 4 ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്. സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ, പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ, N ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ ആൻഡ് N ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ. ഓക്കെ, ഇതെല്ലാം എനർജി ലെവൽസ് ആണ് നമുക്കറിയാം, അല്ലെ? സിഗ്മ മോളിക്കുലാർ ഓർബിറ്റൽസ് ഉണ്ട്, പൈ മോളിക്കുലാർ ഓർബിറ്റൽസ് ഉണ്ട്, നോൺ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസ് ഉണ്ട്, പൈ സ്റ്റാർ മോളിക്കുലാർ ഓർബിറ്റൽസ് ഉണ്ട്, ആൻഡ് സിഗ്മ സ്റ്റാർ മോളിക്കുലാർ ഓർബിറ്റൽസ് ഉണ്ട്. അപ്പൊ ഇവിടെയൊക്കെയുള്ള ഇലക്ട്രോൺസ് എനർജി അക്സെപ്റ്റ് ചെയ്ത് ഹയർ എനർജി ലെവലിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ. സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ ഏത് തരം മോളിക്യൂൾസിലായിരിക്കും പോസിബിൾ ആയിട്ടുള്ളത്? അപ്പോൾ ഫസ്റ്റ് പോയിന്റ്, എനർജി റിക്വയർഡ് ഫോർ ദിസ് ട്രാൻസിഷൻ ഈസ് വെരി ഹൈ. ഈ ട്രാൻസിഷന് വേണ്ട എനർജി എങ്ങനെയായിരിക്കും? വളരെ കൂടുതലായിരിക്കും. അത് നമുക്ക് ഈ പിക്ചർ കണ്ടാൽ തന്നെ മനസ്സിലാവും. നിങ്ങൾ ഈ പിക്ചർ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. സിഗ്മ പൈ N പൈ സ്റ്റാർ സിഗ്മ സ്റ്റാർ, ഈ എനർജിയുടെ ഓർഡർ. ദെൻ സിഗ്മ ടു സിഗ്മ സ്റ്റാർ, പൈ ടു പൈ സ്റ്റാർ, N ടു പൈ സ്റ്റാർ ആൻഡ് N ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻസ്. അപ്പൊ സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ എനർജി കൂടുതലായിരിക്കും, കാരണം ഇവ തമ്മിലുള്ള ഗ്യാപ്പ് തന്നെ കൂടുതലാണ്, അല്ലെ? നമുക്കറിയാം സിഗ്മയിൽ നിന്ന് സിഗ്മ സ്റ്റാർ വരെ ഇലക്ട്രോണിന് മൂവ് ചെയ്യണമെങ്കിൽ നല്ല എനർജിയുള്ള റേഡിയേഷൻ തന്നെ വന്ന് ഇൻസിഡന്റ് ചെയ്യണം, അല്ലെ? അപ്പൊ എനർജി കൂടിയാൽ എപ്പോഴും ആ റേഡിയേഷന്റെ വേവ് ലെങ്ത് കുറവായിരിക്കും. ആ ഒരു പോയിന്റ് ഓർത്തിരിക്കുക. അപ്പോൾ സിഗ്മ ഇലക്ട്രോൺസ് കൂടുതൽ സ്ട്രോങ്ലി ആണ് ഹെൽഡ് ചെയ്തിരിക്കുന്നത്. അതായത് സിഗ്മ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് സിംഗിൾ ബോണ്ടഡ് ഇലക്ട്രോൺസ് ആണ്. സിംഗിൾ ബോണ്ടഡ് ഇലക്ട്രോൺസ് എപ്പോഴും സ്ട്രോങ്ലി ആണ് ഹെൽഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഹൈ എനർജി കിട്ടിയാൽ മാത്രമേ ഈ ഇലക്ട്രോൺസിന് എക്സൈറ്റേഷൻ നടത്താൻ പറ്റുള്ളൂ. ഇനി അബ്സോർപ്ഷൻ ബാൻഡ്സ് ഫാർ UV റീജിയനിലാണ് കിട്ടുന്നത്. ഇനി എക്സാമ്പിൾ സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് ആണ്. അതായത് സിഗ്മ നിന്ന് സിഗ്മ സ്റ്റാർ മോളിക്കുലാർ ഓർബിറ്റലിലേക്ക് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത് എവിടെ ഇലക്ട്രോൺസ് ഉള്ളപ്പോഴാണ്? നമ്മുടെ സിഗ്മ മോളിക്കുലാർ ഓർബിറ്റൽസിൽ ഇലക്ട്രോൺസ് ഉള്ളപ്പോഴാണ്, അല്ലെ? സിഗ്മ മോളിക്കുലാർ ഓർബിറ്റൽസ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? സിംഗിൾ ബോണ്ടഡ് ആയിട്ടുള്ള മോളിക്കുലാർ ഓർബിറ്റൽസ്. ഇപ്പോൾ സിംഗിൾ ബോണ്ട് C ഒക്കെ നോർമൽ സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് ഉണ്ടല്ലോ, അതായത് സിംഗിൾ ബോണ്ട് മാത്രമുള്ള ഹൈഡ്രോകാർബൺസ്, അങ്ങനെയുള്ള കേസിലാണ് ഈ സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ പോസിബിൾ ആയിട്ടുള്ളത്. ഇപ്പൊ അതിന് എക്സാമ്പിൾ ആണ് ഈതെയിൻ, മീതെയിൻ, പ്രൊപ്പെയിൻ, ബ്യൂട്ടെയിൻ, ഹെക്സൈൻ. ഇതൊക്കെ എന്താണ്? നോർമൽ ഹൈഡ്രോകാർബൺസ് ആണ്, അല്ലെ? ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഒന്നും ഇല്ലാത്ത കാർബൺ ഹൈഡ്രജൻ കോമ്പൗണ്ട്സ് ആണ്, നോർമൽ ഹൈഡ്രോകാർബൺസ് ആണ് ഈ സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷന്റെ എക്സാമ്പിൾ. ഈതെയിൻ, മീതെയിൻ, പ്രൊപ്പെയിൻ ഒക്കെ. ഇനി ഈ ഒരു ട്രാൻസിഷന്റെ പ്രശ്നം, സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ ഹൈ എനർജി ട്രാൻസിഷൻ ആണ്. അതുകൊണ്ട് അവയുടെ വേവ് ലെങ്ത് കുറവായിരിക്കും. അപ്പോൾ 200 തൊട്ട് ഒരു 780 അല്ലെങ്കിൽ 800 നാനോമീറ്റർ വരെ വേവ് ലെങ്ത് ഉള്ള ട്രാൻസിഷൻസ് ആണ് നമുക്ക് യൂഷ്വലി UV സ്പെക്ട്രോമീറ്ററിൽ കാണാൻ പറ്റുന്നത്. പക്ഷേ നമ്മുടെ സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷന്റെ വേവ് ലെങ്ത് 150 നാനോമീറ്ററിനേക്കാളും കുറവായിരിക്കും. അതുകൊണ്ട് ഓർഡിനറി സ്പെക്ട്രോമീറ്ററിൽ നമുക്ക് കാണാൻ പറ്റില്ല. സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷന്റെ എന്തൊക്കെ പോയിന്റ്സ് ആണ് നമ്മൾ പഠിച്ചത്?
സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ എന്ന് പറയുമ്പോൾ സിഗ്മ മോളിക്കുലർ ഓർബിറ്റലിലെ ഇലക്ട്രോൺസ് ആണ് സിഗ്മ സ്റ്റാർ മോളിക്കുലർ ഓർബിറ്റലിലേക്ക് മൂവ് ചെയ്യുന്നത്. അപ്പോൾ സിംഗിൾ ബോണ്ടഡ് ആയിട്ടുള്ള മോളിക്യൂൾസിന്റെ കേസിലാണ് ഈ ഒരു ട്രാൻസിഷൻ നടക്കുന്നത്. അതിന് എക്സാമ്പിൾ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് ആണ്, അതായത് സിംഗിൾ ബോണ്ടഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺസ്, മീഥേൻ, ഈഥേൻ, പ്രൊപ്പൈൻ ഒക്കെ പോലുള്ള മോളിക്യൂൾസ്. ദെൻ ഇതിന് എനർജി കൂടുതലാണ്, അതുകൊണ്ട് വേവ് ലെങ്ത് കുറവാണ്. ഓർഡിനറി UV സ്പെക്ട്രോമീറ്ററിൽ നമുക്ക് ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മീഥേനോ ഈഥേന്റെ ഒക്കെ UV സ്പെക്ട്രം എടുത്താൽ നമുക്ക് എന്തെങ്കിലും കിട്ടുമോ? കിട്ടില്ല. കാരണം എന്താണ്? അതിന്റെ വേവ് ലെങ്ത് കുറവാണ്, അതുകൊണ്ട് ആ അബ്സോർപ്ഷൻ നമുക്ക് ഓർഡിനറി സ്പെക്ട്രോമീറ്ററിൽ കാണാൻ പറ്റില്ല. അടുത്തത് പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ. അപ്പൊ ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഏത് ടൈപ്പ് ഓഫ് ഇലക്ട്രോൺസ് ആണ് നമ്മുടെ മോളിക്യൂളിൽ വേണ്ടത്. പൈ ഇലക്ട്രോൺസ് ആണ് നമ്മുടെ മോളിക്യൂൾസിൽ ഉള്ളതെങ്കിൽ പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ നടക്കും. നമുക്ക് ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. പൈ മോളിക്കുലർ ഓർബിറ്റലിൽ നിന്ന് പൈ സ്റ്റാർ മോളിക്കുലർ ഓർബിറ്റലിലേക്കാണ് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത്. പൈയിൽ നിന്ന് മൂവ് ചെയ്യണമെങ്കിൽ ആര് വേണം? പൈ മോളിക്കുലർ ഓർബിറ്റലിൽ ഇലക്ട്രോൺ വേണം അല്ലെ? പൈ മോളിക്കുലർ ഓർബിറ്റലിൽ ഇലക്ട്രോൺ വരുന്ന എപ്പോഴാണ്? അവിടെ പൈ ബോണ്ട് ഉള്ളപ്പോഴാണ്. പൈ ബോണ്ട് എന്ന് പറയുന്നത് എന്ത് ബോണ്ടാണ്? സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് ഒക്കെയാണ് പൈ ബോണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് ഒക്കെയുള്ള മോളിക്യൂൾസിലാണ് ഈ പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ നടക്കുന്നത്. അതിന്റെ എനർജി സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷന്റെ അത്രയും എനർജി ഇല്ല അല്ലെ? അത്രയും ഗ്യാപ്പ് ഇല്ല. അപ്പൊ ഈ കേസിൽ വേവ് ലെങ്ത് കുറച്ചും കൂടി കൂടുതലായിരിക്കും. പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷന്റെ കേസിൽ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസിലൊക്കെയാണ് ഇത്തരത്തിലുള്ള ട്രാൻസിഷൻ നടക്കുന്നത്. അൺസാച്ചുറേറ്റഡ് എന്ന് പറയുമ്പോൾ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ട് ഒക്കെയുള്ള കേസിൽ. ഇനി അതിന് എക്സാമ്പിൾ 1,3 ബ്യൂട്ടാഡൈൻ, 1,3,5 ഹെക്സാട്രൈൻ പോലുള്ള മോളിക്യൂൾസ് ആണ്. ഇതിന്റെയൊക്കെ കേസിൽ ഡബിൾ ബോണ്ടുകളും ട്രിപ്പിൾ ബോണ്ടുകളും ഉണ്ടല്ലോ. അപ്പൊ ഇതിന്റെ കേസിലൊക്കെ എങ്ങനെയാണ്? കോൺജുഗേറ്റഡ് ഡബിൾ ബോണ്ട്സ് ഉണ്ട്. കോൺജുഗേറ്റഡ് എന്ന് പറയുന്ന ഒന്നിടവിട്ട പ്ലേസുകളിൽ ഡബിൾ ബോണ്ട് ഉണ്ട് അല്ലെ? അപ്പൊ ഈ കേസിൽ പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ നടക്കും. അതിന് നമുക്ക് കറസ്പോണ്ടിങ് സ്പെക്ട്ര കിട്ടും. പിന്നെ ഈഥീൻ എന്ന് പറയുന്നത് 2 കാർബൺ ആറ്റംസ് ഉള്ള ഒരു അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ തന്നെയാണ്. പക്ഷെ ഇതിന്റെ കേസിലും ഈഥീന്റെ കേസിലും വേവ് ലെങ്ത് ഓഫ് അബ്സോർപ്ഷൻ 169 നാനോമീറ്ററേ ഉള്ളൂ. അതുകൊണ്ട് ബാക്കി പൈ ബോണ്ട് വരുന്ന മോളിക്യൂൾസിലെല്ലാം ഈ ഒരു ട്രാൻസിഷൻ പോസിബിൾ ആണ്. പക്ഷെ ഈഥീന്റെ കേസിൽ ഈ ഒരു പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷന്റെ സ്പെക്ട്ര നമുക്ക് കിട്ടില്ല. കാരണം ആ സ്പെക്ട്രയുടെ വേവ് ലെങ്ത് 169 ഉള്ളൂ. 200 തൊട്ട് 800 നാനോമീറ്റർ വരെയാണെങ്കിലേ നമുക്ക് സ്പെക്ട്രോമീറ്ററിൽ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അടുത്തത് N2 പൈ സ്റ്റാർ ട്രാൻസിഷൻ ആണ്. N എന്ന് പറയുമ്പോൾ ഏത് മോളിക്കുലർ ഓർബിറ്റലിൽ ഉള്ളതാ? നോൺ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിൽ ഇലക്ട്രോൺ വരുമ്പോൾ ഉള്ളതാണ് N ഇലക്ട്രോൺസ്. അതായത് നോൺ ബോണ്ടിങ് എന്ന് പറയുമ്പോൾ എങ്ങനെയാ? സിഗ്മ ബോണ്ടും പൈ ബോണ്ടും ഒന്നും ഫോം ചെയ്യാതെ വെറുതെ ഇരിക്കുന്ന ഇലക്ട്രോൺസ് ആണ് ഈ നോൺ ബോണ്ടഡ് മോളിക്കുലർ ഓർബിറ്റലിലുള്ളത്. അപ്പൊ N2 പൈ സ്റ്റാർ ട്രാൻസിഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും എങ്ങനെയായിരിക്കും? നോൺ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലും ഉണ്ടാവും, അതുപോലെ പൈ മോളിക്കുലർ ഓർബിറ്റലും ഉണ്ടാവും. അപ്പൊ നോൺ ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നമുക്കിപ്പോൾ വാട്ടർ, അമോണിയ ഒക്കെ നോക്കുമ്പോൾ അവിടെ ഈ ഒരു അമോണിയ എടുക്കുമ്പോൾ നൈട്രജൻ ഉണ്ട്, 3 ഹൈഡ്രജൻ ഉണ്ട്. അവിടെ ഈ നൈട്രജന്റെ കയ്യിൽ എക്സ്ട്രാ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെ? ബോണ്ടിങ്ങിന് ഉപയോഗിക്കാത്ത ഇലക്ട്രോൺസ് ഉണ്ട്. അതാണ് നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ നോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പൊ ഇത്തരത്തിലുള്ള ഇലക്ട്രോൺസ് ഉള്ള മോളിക്യൂൾസിന്റെ കേസിലാണ് N2 പൈ സ്റ്റാർ ട്രാൻസിഷൻ നടക്കുന്നത്. ഇനി പൈ സ്റ്റാർ എന്ന് പറയുമ്പോൾ അവിടെ പൈ മോളിക്കുലർ ഓർബിറ്റിലും വേണം. അപ്പോൾ ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടും ഉണ്ട്. അതുപോലെ തന്നെ ഓക്സിജൻ, നൈട്രജൻ, സൾഫർ, ഹാലജൻസ് ഒക്കെ പോലെ എക്സ്ട്രാ ഇലക്ട്രോൺസ്, നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസും കയ്യിലുള്ള മോളിക്യൂൾസിന്റെ കേസിലാണ് N2 പൈ സ്റ്റാർ ട്രാൻസിഷൻ നടക്കുന്നത്. അതിന് എക്സാമ്പിൾ നമ്മൾ ഈ പറഞ്ഞ അമോണിയ ഒന്നും അതിന് എക്സാമ്പിൾ അല്ല. കാരണം അമോണിയയിലൊക്കെ ഈ ഹൈഡ്രജനുമായിട്ട് നൈട്രജന് സിംഗിൾ ബോണ്ടേ ഉള്ളൂ. അപ്പോൾ C ഡബിൾ ബോണ്ട് C, C ട്രിപ്പിൾ ബോണ്ട് C ഒക്കെയുള്ള, പിന്നെ കാർബണുമായിട്ട് ഡബിൾ ബോണ്ട് ഒക്കെയുള്ള കേസിലാണ് ഇത്തരത്തിലുള്ള N2 പൈ സ്റ്റാർ ട്രാൻസിഷൻ നടക്കുന്നത്. അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ അസറ്റോണ, ഫോർമാൽഡിഹൈഡ് ഒക്കെ പോലെയുള്ള ആൽഡിഹൈഡുകൾ, കീറ്റോണുകളൊക്കെ. അപ്പൊ ഇതൊരു കീറ്റോൺ ആണ്. ഇവിടെ ഒരു കാർബൺ ഉണ്ട്. അപ്പോൾ ഈ കാർബണും ഓക്സിജനും തമ്മിൽ ഡബിൾ ബോണ്ട് ആണ്. അതുകൊണ്ട് പൈ മോളിക്കുലർ ഓർബിറ്റൽ ഇവിടെ ഉണ്ട്. അതുകൂടാതെ ഓക്സിജന്റെ കേസിലൊക്കെ എപ്പോഴും ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാവും, ബോണ്ടിങ്ങിൽ പങ്കെടുക്കാത്ത ഇലക്ട്രോൺസ്. അപ്പൊ നോൺ ബോണ്ടിങ് ഇലക്ട്രോണും ഉണ്ട്, പൈ ഇലക്ട്രോൺസും ഉണ്ട്. അതുകൊണ്ട് N2 പൈ സ്റ്റാർ ട്രാൻസിഷൻ ഇവിടെ പോസിബിൾ ആണ്. അതുപോലെ തന്നെ ആൽഡിഹൈഡിന്റെ കേസിലും ഓക്സിജന്റെ നോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്, ഡബിൾ ബോണ്ടും ഉണ്ട്. അപ്പൊ ആൽഡിഹൈഡ്, കീറ്റോൺ ഒക്കെയാണ് നമ്മുടെ N2 പൈ സ്റ്റാർ ട്രാൻസിഷന് എക്സാമ്പിൾ. അടുത്തത് N2 സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ. അപ്പൊ ഇവിടെ എന്തൊക്കെയുള്ളത്? നോൺ ബോണ്ടിങ് ഇലക്ട്രോണും ഉണ്ട്, അതുപോലെ സിഗ്മ ഇലക്ട്രോൺസും ഉണ്ട്. സിഗ്മ ഇലക്ട്രോൺസ് പറയുമ്പോൾ സിംഗിൾ ബോണ്ടഡ് ഇലക്ട്രോൺസ് എല്ലായിടത്തും ഉണ്ട്. അത് കൂടാതെ നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസും. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ അമോണിയ, വാട്ടർ ഒക്കെ പോലുള്ള മോളിക്യൂൾസ്. NH3 നൈട്രജനും ഉണ്ട്, 3 ഹൈഡ്രജനും ഉണ്ട്. ഈ നൈട്രജന്റെ കയ്യിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. അതുകൂടാതെ സിംഗിൾ ബോണ്ട് ആണുള്ളത്. അപ്പോൾ ഇതുപോലെ ഓക്സിജൻ, നൈട്രജൻ, സൾഫർ, ഹാലജൻസ് ഒക്കെയുള്ള ആറ്റംസിന്റെ കേസിൽ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഒന്നും ഇല്ലാത്ത കേസിലാണ് N2 സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ പോസിബിൾ ആയിട്ടുള്ളത്. അതിന് എക്സാമ്പിൾ ആൽക്കഹോള്, വാട്ടർ, മീഥേൻ അല്ല, നമ്മുടെ അമോണിയ ഒക്കെ പോലുള്ള മോളിക്യൂൾസ് ആണ് ഇതിന് എക്സാമ്പിൾ. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ആണ്. അപ്പൊ എന്താണ് ഇലക്ട്രോണിക് ട്രാൻസിഷൻസ്? ഒരു UV റേഡിയേഷൻ മോളിക്യൂളിൽ വന്ന് ഇൻസിഡന്റ് ചെയ്യുമ്പോൾ ആ മോളിക്യൂളിലുള്ള ഇലക്ട്രോൺസ് ഹയർ എനർജി ലെവലിലേക്ക് മൂവ് ചെയ്യും. ആ ഒരു ട്രാൻസിഷന്
ഈ ഇലക്ട്രോൺ എവിടെയാണ് ഓക്യുപ്പൈ ചെയ്യുന്നത് അവിടെ നിന്ന് ഹയർ എനർജി ലെവലിലേക്ക് മൂവ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ ഇലക്ട്രോണിക് എനർജി ലെവൽസ് തമ്മിലാണ് ഇവിടെ ട്രാൻസിഷൻ നടത്തുന്നത്. ഇപ്പൊ 4 ടൈപ്പ് ഓഫ് ട്രാൻസിഷൻ ആണ് UV വിസിബിൾ സ്പെക്ട്രയിൽ ഉള്ളത്. സിഗ്മയിൽ നിന്ന് സിഗ്മ സ്റ്റാർ മോളിക്കുലാർ ഓർബിറ്റലിലേക്ക് ഇലക്ട്രോൺ പോവാം, പൈ മോളിക്കുലാർ ഓർബിറ്റലിൽ നിന്ന് പൈ സ്റ്റാർ മോളിക്കുലാർ ഓർബിറ്റലിലേക്ക് പോവാം, നോൺ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിൽ നിന്ന് പൈ സ്റ്റാർ മോളിക്കുലാർ ഓർബിറ്റലിലേക്ക് പോവാം, അതുപോലെ നോൺ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിൽ നിന്ന് സിഗ്മ സ്റ്റാർ മോളിക്കുലാർ ഓർബിറ്റലിലേക്ക് ഇലക്ട്രോൺസിന് പോവാം. സിഗ്മ ടു സിഗ്മ സ്റ്റാറിന് എക്സാമ്പിൾ ആരാണ്? സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്, സിംഗിൾ ബോണ്ടഡ് ഹൈഡ്രോകാർബൺസ്, മീഥേൻ, ഈഥേൻ, പ്രൊപ്പൈൻ ഒക്കെ പോലെ. പൈ ടു പൈ സ്റ്റാറിന് എക്സാമ്പിൾ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്, ഈഥീൻ, പ്രൊപ്പീൻ, ബ്യൂട്ടീൻ ഒക്കെ. ഇനി അതുപോലെ N2 പൈ സ്റ്റാറിന് എക്സാമ്പിൾ ആൽഡിഹൈഡ്, കീറ്റോൺ പോലുള്ള മോളിക്യൂൾസ്. N2 സിഗ്മ സ്റ്റാറിന് എക്സാമ്പിൾ അമോണിയ, ആൽക്കഹോൾ, വാട്ടർ ഒക്കെ. അപ്പൊ ഇത്രയാണ് ടൈപ്സ് ഓഫ് ഇലക്ട്രോണിക് ട്രാൻസിഷൻസ്.